ഇല്ലെങ്കിൽ ഈ കഥയൊന്ന് കേൾക്കുക. എന്നെ പ്രതിയാ കൊണ്ടുവന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് ഇന്ന് എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഭക്ഷണത്തിലും പ്രഷ്യസാണ് എനിക്ക് ഐറ്റംസ്. എന്നെ കാണാൻ വരുമ്പോഴത്തെ രംഗാട്ടോ ഞാൻ നിങ്ങളോട് പറയണേ. അപ്പം എനിക്കത് ഭയങ്കര പ്രഷ്യസാണ്. പെൺപിള്ളേർക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ അമ്മമാരുടെ ആവശ്യം നേരിടുന്നതായിട്ടുണ്ട്. അത് എന്ത് ചോദ്യത്തിനും ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പഠിച്ച പാഠം. അപ്പോൾ വനിതാ ദിനം പ്രമാണിച്ച് ഞാൻ ഇന്ന് അമ്മയുടെ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. അമ്മയുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ടാമത്തെ വനിതാ രത്നം. എനിക്കൊരു സംശയമില്ല ആരാന്ന് പറയാം. ജീവിക്കാനുള്ള ഒരു യോഗം ദൈവം തന്നില്ല പറയാം. ഇന്നും എനിക്ക് ഭയങ്കര പ്രഷ്യസാണ്. അമ്മയൊന്നും ഇല്ലാതെ വളർന്ന എനിക്ക് എൻ്റെ അമ്മായി പകർന്നു തന്ന ആ ഭക്ഷണ സാധനങ്ങളുടെ വില ഒരു ഭയങ്കരം തന്നെയാണ്. ജീവിത വിജയം നേടിയ എല്ലാ വനിതകൾക്കും ഒരു ബിഗ് സല്യൂട്ട്. അപ്പൊ ഇന്ന് വനിതാ ദിനാണ് അല്ലേ? അതെ, വനിതാ ദിനമായിട്ട് നമ്മൾ ഇന്ന് ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അപ്പൊ വനിതാ ദിനം പ്രമാണിച്ച് ഞാൻ ഇന്ന് അമ്മയുടെ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഒരു കുഴപ്പമില്ല. റെഡിയാണോ? റെഡിയാ. നോക്കട്ടെ. റെഡിയാ. ചോദ്യം നേരിടാൻ തയ്യാറാണോ? എടി സൈഡൊക്കെ ശരിയല്ലേ? പിന്നെ ഇനി മാറ്റാൻ പറ്റൂല. ഈ സൈഡ് സാരി മാറിപ്പോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദ്യം നേരിടാൻ തയ്യാറാണോ? ചോദ്യം നേരിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചോദ്യത്തിനും ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പഠിച്ച പാഠം. കേട്ടോ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ? ഇല്ല. അമ്മയുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ടാമത്തെ വനിതാ രത്നം ആരാണ്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 3 കൊല്ലം മുമ്പല്ലേ എന്റെ അമ്മേനെ പറ്റി, ഗ്രാൻഡ് മദറിനെ പറ്റി പറഞ്ഞെന്ന് തോന്നണം. അപ്പൊ അത് കേൾക്കാത്ത പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാൻ കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കൃത്യമായിട്ട്. ഇപ്പൊ രണ്ടാമത്തെ വനിതാ രത്നല്ലേ എന്നോട് ചോദിച്ചേക്കണം. എനിക്കൊരു സംശയമില്ല ആരാന്ന് പറയാം. അതായത് ഇന്ന് മാർച്ച് 8 വനിതാ ദിനം അല്ലെ? വനിതാ ദിനത്തില് എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു റോൾ മോഡലായിട്ടും എല്ലാ രീതിയിലും അവർക്ക് താങ്ങും തണലുമായിട്ട് അവരുടെ പിന്നിൽ അവരുടെ അമ്മമാരുണ്ടാകും. സാധാരണ ഒരുവിധ എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ പെൺകുട്ടി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് പെൺപിള്ളേർക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ അമ്മമാരുടെ ആവശ്യം നേരിടുന്നതായിട്ടുണ്ട്. അതെല്ലാ വനിതകൾക്കും അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു സഹോദരനും ഞാൻ ഇളയാളും. പക്ഷെ ഞങ്ങളുടെ ബാല്യത്തിൽ തന്നെ ചില അസുഖങ്ങൾ വന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയി. അപ്പം ആ ഒരു യോഗം ഞങ്ങൾക്ക് എന്തുകൊണ്ടോ ഉണ്ടായില്ല. അമ്മയായിട്ട് കൂടുതൽ നാൾ ജീവിക്കാനുള്ള ഒരു യോഗം ദൈവം തന്നില്ല. എന്തുവാവട്ടെ. പക്ഷെ പിന്നെ ഞങ്ങളെ വളർത്തി വലുതാക്കി ഒരു പരുവത്തിലൊക്കെ ആക്കി എൻ്റെ കല്യാണവും കഴിഞ്ഞ് എനിക്കും എൻ്റെ ആങ്ങളയ്ക്കും ഓരോ കുട്ടികൾ ഉണ്ടാകുന്നത് വരെയും ഞങ്ങളുടെ ഗ്രാൻഡ് മദർ ജീവിച്ചിരുന്നു. അത് പഴയ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ആ ഗ്രാൻഡ് മദറിൽ നിന്നാണ് ഭൂരിഭാഗവും. വീട്ടിൽ താമസിച്ച് അമ്മ ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ അമ്മയുടെ കയ്യിൽ നിന്നാണ് കണ്ടുപഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ രണ്ടാമത്തെ റോൾ മോഡലായിട്ടുള്ള ലേഡി എൻ്റെ അമ്മായിയാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ 2 അമ്മായിമാരുണ്ട്. അതിലൊരമ്മായി പോയി കേട്ടോ. ഇവിടെ നിന്ന് ഈ ലോകത്തുനിന്ന് പോയി 72 വയസ്സിൽ അമ്മായി പോയി. മൂത്ത അമ്മായി അപ്പച്ചനിൽ മൂത്തയാളായിരുന്നു. അപ്പച്ചൻ്റെ മൂത്തയാളും ഏറ്റവും മൂത്തയാളും അപ്പച്ചൻ്റെ ഒരു മൂത്ത പെങ്ങള്, ഏറ്റവും ഇളയാളും പെങ്ങളെ കൂടാതെ അപ്പച്ചൻ്റെ 3 സഹോദരന്മാരുണ്ട്. അങ്ങനെ 6 മക്കളാണ് അവർ മൊത്തത്തിൽ. അപ്പം മൂത്ത അമ്മായി എന്ന് പറഞ്ഞാൽ നേരത്തെ കല്യാണം കഴിച്ച് വിട്ടുകൊണ്ട് അമ്മായിക്ക് എപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കാനോ ഞങ്ങളുടെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ തിരക്കാനോ അങ്ങനെ വരും പോകുന്നല്ലാതെ അവിടെ അപ്പനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ ഏജും ആയല്ലോ. അപ്പോൾ ഇളയ അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമ്മായിക്ക് 72 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കുറച്ചുകൂടെ യങ്ങായ ആളായതുകൊണ്ട് ഓടി ഓടി വീട്ടിൽ വരാനും ഞങ്ങളുടെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ചുറുചുറുക്കോടെ ചെയ്തു തരാനും നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. അതിന് വിടാൻ സന്മനസ്സോടുകൂടി ഇച്ചാച്ചനും തയ്യാറായിരുന്നു. അപ്പം അതൊരു വലിയ പോയിൻ്റാണ്. ആ അമ്മായിക്ക് 2 കുട്ടികൾ, ചെറിയ ആൺകുട്ടികളുള്ള സമയത്താണ് ഞങ്ങളുടെ ഓരോ ആവശ്യത്തിനും വീട്ടിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാച്ചൻ പറയും ഗ്രേസി പോയി ചെയ്ത് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തേച്ച് പോരേന്ന് പറയും. അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞിട്ടുണ്ട് 12 വയസ്സിൽ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയതാണ്. എനിക്കന്ന് 12 വയസ്സേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം ഗ്രാൻഡ് മദർ കഴിഞ്ഞാൽ, അപ്പോൾ ഗ്രാൻഡ് മദറിന് അന്ന് നല്ല ഏജ് ഉണ്ട്, എബോവ് 65 ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണതാണ് വലിയ അപ്പച്ചൻ്റെ അമ്മയ്ക്ക്. അത് കഴിഞ്ഞിട്ട്
ചെറുപ്പത്തിൻ്റെ ആ രീതിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ വിവാഹം, എൻ്റെ പ്രസവം, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്നത് ഇളയ അമ്മായി ആയിരുന്നു, കൂടെ വന്ന് നിൽക്കാൻ. അതിലുപരി കൊച്ചപ്പൻ്റെ 2 കൊച്ചപ്പന്മാരുടെ ഭാര്യമാരും ഒരുപാട് ഞങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എന്നെ പ്രത്യേകിച്ച്. ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികളാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പെണ്ണുങ്ങളുടെ ആവശ്യം നമുക്ക് പല സാഹചര്യങ്ങളിലും വന്ന് ചേരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓടി ഞാൻ ഇളയ കൊച്ചപ്പൻ്റെ വീട്ടിൽ പോയി കുഞ്ഞുമ്മേനെ കൊണ്ടും പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. മറ്റേ കുഞ്ഞുമ്മയും ഇഷ്ടംപോലെ കാര്യം ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഈ അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ കല്യാണ സമയം, എൻ്റെ ഡെലിവറിയുടെ സമയങ്ങളിലെല്ലാം ഇച്ചാച്ചൻ ഒരു മടിയില്ലാതെ ഓരോ ആവശ്യം വരുമ്പോഴും ഗ്രേസി പൊക്കോ നോക്കടെ, അവിടെ അമ്മ പ്രായമായതല്ലേ, അപ്പം നീ പോയി ചെന്ന് നിന്ന് ഇവിടെ പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് ഒരു മടിയില്ലാതെ ഇച്ചാച്ചൻ പറഞ്ഞു വിടുന്ന ആളായിരുന്നു ഇച്ചാച്ചൻ. അമ്മായി വന്ന് നല്ല ഔചിത്യമായിട്ട് എല്ലാ സംഗതികളും ചെയ്തു തരും. അതിൽ 2-3 പോയിന്റുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും ഇങ്ങനെയൊക്കെ കേൾക്കണത്. 2-3 സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ കാര്യമായിട്ടോ ഞാൻ പറയണത്. അതായത് എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ഞാൻ 5 വർഷം കോളേജിൽ പഠിച്ചപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് പ്രീ ഡിഗ്രി കാലഘട്ടം പൂർത്തീകരിച്ചത്. ആ 5 വർഷവും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വിസിറ്ററായിട്ട് വരാനായിട്ട് ഉണ്ടായിരുന്ന ഒരു അപ്പച്ചൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹോസ്റ്റലിൽ എന്നെ വിസിറ്ററായിട്ട് വന്നിരുന്ന ഒരാളാണ് എൻ്റെ ഇളയ അമ്മായി. അതായത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയൂലേ കോട്ടപ്പടിയിലെ അമ്മായി എന്നാണ്. അപ്പം അമ്മായി വന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡിൽ ഞാൻ വീട്ടിൽ പോരും, എല്ലാ വീക്കെൻഡിലും പോരും. വെള്ളിയാഴ്ച വൈകിട്ട് പോന്നു കഴിഞ്ഞാൽ തിങ്കളെ കാലത്ത് പോവുള്ളൂ. പിന്നെ അപ്പം അമ്മായി ഈ അന്ന് ഫോൺ മാർഗ്ഗമൊന്നും ഇല്ലാട്ടോ അറിയിക്കാൻ. ഹോസ്റ്റലിലൊരു ഫോണുണ്ട്, പക്ഷേ ഞങ്ങളുടെ ആരുടെ വീടുകളിലും 82 മുതൽ 86 വരെയുള്ള കാലഘട്ടമാണ് ഞാൻ പറയണത്. ആരുടെ വീടുകളിലും ലാൻഡ് ഫോണുകളൊന്നുമില്ല ഞങ്ങൾക്ക്. അപ്പോൾ അമ്മായി അവിടെ നിന്ന് വന്നെ ഒരു പ്രതീക്ഷ എനിക്കില്ല, ഹോസ്റ്റലിൽ ഇങ്ങനെ വരൂ എന്നുള്ളത്. വരൂന്നറിയാം, എന്നാൽ വന്നെന്നൊന്നും പറയാനൊന്നും മാർഗങ്ങളില്ലല്ലോ. അപ്പം തലേ ദിവസമൊക്കെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വയ്ക്കും. അപ്പം 2 കുട്ടികൾ, ആൺകുട്ടികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ സമർത്ഥരായി നല്ല ജോലിയിലിരിക്കുന്നവരാണ് കേട്ടോ. 2 പേരുടെയും വിവാഹം കഴിഞ്ഞ് സംതൃപ്ത കുടുംബജീവിതം നയിക്കുന്നവരാണ് അവർ കുട്ടികളുമായിട്ട്. അപ്പം ഈ പിള്ളേരെ എല്ലാം ഇച്ചാച്ചൻ ഒരുക്കി സ്കൂളിൽ വിടും. ഈ ഹോസ്റ്റലിൽ ഒരു 12:30-ക്ക് ശേഷം വന്നാലാണ് എന്നെ കാണാൻ പറ്റുള്ളൂ. 1 മണിയോടുകൂടി ഞാൻ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ ഊണ് കഴിക്കാൻ വരുമ്പോൾ പ്രധാന കോമൺ റൂം എന്നാണ് അവിടെ പറഞ്ഞത്. ആ കോമൺ റൂമിൽ അമ്മായി ഒരു വലിയ ബാഗുമായിട്ട് വന്നിരിപ്പുണ്ടാവും. എന്നെ കാണാൻ വരുമ്പോഴത്തെ രംഗാട്ടോ ഞാൻ നിങ്ങളോട് പറയണേ. അപ്പം എനിക്കത് ഭയങ്കര പ്രഷ്യസാണ് കേൾക്കണവർക്ക്, പക്ഷേ അതത്ര പ്രഷ്യസ് ആവണമെന്നില്ല. ഞാൻ ഈ ദിനത്തിൽ അതൊന്ന് പറയണമെന്നോർത്ത് ഞാൻ പറഞ്ഞതാണ്. അതായത് വരണ ദിവസം ഈ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലാണ് എന്നെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 4 മണി കഴിഞ്ഞ് അമ്മായി, അതായത് 1-2 ബസ് മാറിയ വന്നെ കോട്ടപ്പടിയിൽ നിന്ന് പെരുമ്പാവൂർ നിന്ന് കോലഞ്ചേരി. അപ്പം വൈകുന്നേരം വന്നാൽ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് വൈകും. കാരണം എന്നാന്ന് വെച്ചാൽ വൈകുന്നേരം 4 മണിക്ക് കോളേജ് വിടുകയുള്ളൂ. അപ്പോൾ അവിടെയും പിള്ളേർ സ്കൂളിൽ വിട്ട് വരും. പക്ഷേ ഇച്ചാച്ചൻ്റെ ആ സന്മനസ്സുകൊണ്ട് രാവിലെ അമ്മായി സാധനങ്ങളൊക്കെ എനിക്കൊന്ന് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ഈ വലിയ ബാഗ്, ഒരു ഇങ്ങനെ കിറ്റ് ബാഗുമായിട്ടാണ് വന്നത്. അതിലുള്ള സാധനങ്ങൾ 2-3 കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരു മെമ്മറിയിൽ പറയാം. ഇന്നും എനിക്ക് ഭയങ്കര പ്രഷ്യസാണ്. അതായത് പ്രധാനമായിട്ട് കൊണ്ടുവന്നത് ഈ ഞങ്ങളൊക്കെ കൃഷിവില കുടുംബമാട്ടോ. ഇവിടെയും കൃഷിവില കുടുംബമായിരുന്നു. ഹസ്ബൻഡിന് പിന്നെ ജോലി ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പച്ചനും അമ്മച്ചിയൊക്കെ കൃഷിവില കുടുംബമാണ്. എൻ്റെ വീടും അത്, എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീടും അത് തന്നെയാണ്. ഇപ്പം കൃഷിയൊക്കെ നിന്ന് പോയി. പക്ഷേ അവിടെ നിന്ന് കൃഷി കഴിയുമ്പോൾ എൻ്റെ വീട്ടിലെ പോലെ നെല്ലിടിപ്പിക്കും അവിടെ. എന്നിട്ട് അവലുണ്ടാക്കി കഴിഞ്ഞാൽ അമ്മായിയുടെ ഒരു മാസ്റ്റർ പീസാണ് അവല് വിളയിച്ചത്. നിനക്കറിയാലോ അതിനെപ്പറ്റി, അവല് വിളയിച്ചത്. അപ്പം കൊണ്ടുവന്ന ഐറ്റാട്ടോ. അവല് വിളയിച്ചത് കൊണ്ടുവന്ന ദിവസം അതിൻ്റെ കൂടെ ഞാലിപ്പൂവമ്പഴം പെടലയാക്കി കൊണ്ടുവരും. അതൊക്കെ നല്ല ശാസ്ത്രീയമായിട്ട് അത് പഴുത്ത് തുടങ്ങണ പരുവത്തിന് കൊണ്ടുവരും. കാരണം 2-3 ദിവസം മിക്കവാറും വന്നത് ചൊവ്വ അല്ലെങ്കിൽ ബുധൻ വരും. കാരണം വെള്ളി ഞാൻ വീട്ടിൽ പോരും, ഇങ്ങോട്ട് പോരുമെന്ന് അമ്മായിക്ക് കൃത്യമായിട്ടറിയാം. അപ്പം മിക്കവാറും ചൊവ്വാഴ്ച ദിവസം വരും. കാരണം 2-3 ദിവസം ഗ്യാപ്പിൽ പഴമൊക്കെ തിന്ന് തീർക്കാമല്ലോ. ഇപ്പം റൂമിൽ 3 കുട്ടികളുണ്ടാവും ഞാനോടുകൂടി. 3 പേരുള്ള റൂമാണ് അന്ന് ഹോസ്റ്റലിൽ. അപ്പം ഈ ഞാലിപ്പൂവമ്പഴം പഴുത്തതും അവല് വിളയിച്ച് കൊണ്ടുപോകുന്ന ദിവസം പഴം മസ്റ്റായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പഴുത്ത ഏത്തപ്പഴം, പുഴുങ്ങൊന്നുമില്ല. പുഴുങ്ങിക്കഴിഞ്ഞാൽ അത് ഡാമേജായി പോവില്ലേ, പിറ്റേ ദിവസം ഇരിക്കൂലല്ലോ. അപ്പം പഴുത്ത ഏത്തപ്പഴം അവല് വിളയിച്ചത് ഒരൈറ്റം കേട്ടോ. പിന്നെ കൊണ്ടുവന്ന ഒരൈറ്റാണ് കടലമാവ് കൊണ്ടുള്ള 1-1/4 നുറുക്ക്.
ഞാൻ പഠിച്ച പണി 18 നോക്കിയാലും ആ ടേസ്റ്റിൽ ഞാൻ നുറുക്കുണ്ടാക്കി വെക്കൂല. എനിക്ക് നുറുക്കുണ്ടാക്കാൻ അത്ര ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ പല പ്രാവശ്യം അമ്മായിയോട് ചോദിക്കാറുണ്ട്, പിന്നെ ഇപ്പോഴൊക്കെ എനിക്ക് മടിയാണ്. അപ്പം അങ്ങനെ ഒരു ഐറ്റം. പിന്നെ നല്ല സൂപ്പർ നെയ്യപ്പം, പിന്നെ 2 കൂട്ടം വേറെയുണ്ട്. അത് എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ തിങ്കളാഴ്ച ദിവസം വീട്ടിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകണ ഐറ്റാ. കായ വറുത്തത്, കപ്പ വറുത്തത്. അത് എപ്പോഴും നോച്ചാച്ചയുടെ വത്സകുഞ്ഞുമ്മ തന്നു വിടുക, കായ വറുത്തതും കപ്പ വറുത്തതും. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് അതിപ്പോഴും തന്നുവിടാറുണ്ട്. എൻ്റെ വീട്ടിൽ ചെന്നേച്ച് പോരുമ്പോൾ കൊച്ചപ്പൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞുമ്മ സ്ഥിരമായിട്ട് തരാറുള്ള ഐറ്റാട്ടോ ഈ വറവരി സാധനങ്ങൾ. അപ്പം അങ്ങനെ പിന്നെ ഇത്രയും സാധനങ്ങളിൽ ഏതെങ്കിലും സാധനമായിട്ട് ചിലപ്പോൾ ഒന്നിലധികം സാധനം കാണും കേട്ടോ. കൂടുതലും കൊണ്ടുവന്ന സാധനം കേട്ടോ ഞാനീ പറയണത്. അപ്പം ഈ സാധനങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഈ 12 മണിക്ക് ശേഷം കോലഞ്ചേരിയിൽ വരണമെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ ഉത്തരവാദിത്തം കഴിച്ചേച്ച് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും എല്ലാവർക്കും വാഹനങ്ങളുണ്ട് വരാൻ. എല്ലാവരും വണ്ടി ഓടിക്കും, എല്ലാ സൗകര്യമുണ്ട്. അമ്മായിയുടെ മക്കൾക്കും എല്ലാ വാഹനമുണ്ട്, മരുമക്കളും ഒക്കെ വാഹനം ഓടിക്കുന്നവരാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അമ്മായിയുടെ 2 മക്കളും പഠിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ 17 വയസ്സൊക്കെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ പിള്ളേരൊക്കെ തീരെ ചെറുതാണ് അവിടുത്തെ പിള്ളേർ. അപ്പം ബസ് കയറി എന്നെ പ്രതിയാ കൊണ്ടുവന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് ഇന്ന് എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ പോലും വല്ലപ്പോഴും ഒക്കെ പോയി കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം പോകാറില്ല കേട്ടോ. അങ്ങനെ അധികം പുറത്ത് പോയി ഫുഡ് കഴിക്കാറില്ല. അങ്ങനെ പോയി കഴിക്കുന്ന ഭക്ഷണത്തിലും പ്രഷ്യസാണ് എനിക്ക് ആ ഐറ്റംസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടം. അപ്പോൾ വേറൊരു പോയിന്റ് പറയാം. ഈ സാധനങ്ങൾ കൊണ്ടുവന്നേച്ച് ഇച്ചിരി നേരം വർത്താനം പറഞ്ഞേച്ച് എന്നോട് പറയും, മോള് പോയി ചോറുണ്ടോ, ഞാൻ അമ്മായി പോവാന്ന് പറയും. കാരണം തിരിച്ച് ചെന്നിട്ടാ ഊണ് കഴിക്കണേ. അമ്മായി കാലത്ത് അവിടെ നിന്ന് പോന്നതാ. ചിലപ്പോൾ പോണ വഴി എന്തെങ്കിലും ഒരു ജ്യൂസോ ലൈം ജ്യൂസോ എല്ലാം മേടിച്ച് കുടിക്കുമായിരിക്കും. പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ്, കോട്ടപ്പടി വരെ ചെന്നിട്ടാണ് ഊണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് തരാനൊരു സന്മനസ്സും ഉണ്ട്. അത് ചെയ്യിക്കാൻ ഇച്ചാച്ചനൊരു ബുദ്ധിമുട്ടുമില്ല. ആ കാര്യം എടുത്തു പറയണം. അപ്പം ഇച്ചാച്ചൻ അകാലത്തിൽ മരിച്ചു പോയി കേട്ടോ. അസുഖം വന്ന് മരിച്ചതാണ്. ഷുഗറിൻ്റെ ഒക്കെ പ്രശ്നം വന്ന് 10-20 വർഷം മുമ്പ് ഇച്ചാച്ചൻ അമ്മായിയിൽ നിന്ന് വേർപെട്ട്, ഞങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും വേർപെട്ട് പോയി. വളരെ സ്നേഹവാനായ ഒരാളായിരുന്നു. 1. 2, ഈ ദിവസങ്ങളിൽ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ റൂമിലുള്ള 2 പേര്, ഇപ്പം ഞാൻ പേര് മെൻഷൻ ചെയ്യണില്ല ഇവിടെ, അവരെന്നോട് ചോദിക്കും. ഒരാൾ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഡിഗ്രിക്കുള്ള ആളായിരുന്നു. അപ്പം അവർ ചോദിക്കും, ഓ ഇന്ന് കോട്ടപ്പടിയിൽ അമ്മായി വന്നല്ലോ ലിനോന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റം കാണുമ്പോൾ അവർക്കറിയാം ഇന്ന ആൾ കൊണ്ടുവന്നതാണ്. കാരണം ഈ ഒരു വിസിറ്ററാണ് എനിക്ക് അന്ന് വന്നത്. പിന്നെ എൻ്റെ അപ്പച്ചൻ വല്ലപ്പോഴും വരും എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ വരേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡിൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലുക. പിന്നെ ഹോസ്റ്റലിൽ വരേണ്ട അങ്ങനെ കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിക്കണുണ്ടെങ്കിലും അന്ന് അമ്മയൊന്നും ഇല്ലാതെ വളർന്ന എനിക്ക് എൻ്റെ അമ്മായി പകർന്നു തന്ന ആ ഭക്ഷണ സാധനങ്ങളുടെ വില ഒരു ഭയങ്കരം തന്നെയാണ്. ഇപ്പം അമ്മായി സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളാണ്. ഇതൊക്കെ കാണലുണ്ടാവും. ഇത് പറയുമ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ കാണണമുണ്ടാവും, എന്നെ വിളിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ എനിക്കത് വലിയ ഓർമ്മയാണത്. പിന്നെ 1. 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി ടൈമിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളിൽ അമ്മയ്ക്ക് യൂട്രസ് റിമൂവൊക്കെ ചെയ്ത് റെസ്റ്റ് അങ്ങ് തീർന്നിട്ടില്ല. ആ ടൈമിലാണ് ഞങ്ങളുടെ മകളുടെ ജനനം. അപ്പം ഇളയ കൊച്ചപ്പൻ്റെ കൊച്ചമ്മ പറഞ്ഞു, ഞാൻ അമ്മായിയോട് പറഞ്ഞു, ഗ്രേസി വരണ്ട, ഞാൻ പോയി നിന്നോളാം. ഇപ്പോൾ ഒരു 4-5 ദിവസത്തെ നോർമൽ ഡെലിവറി ആയിരുന്നു, 4-5 ദിവസത്തെ കാര്യമല്ലേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞില്ല, അത് ശരിയാവില്ല, അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ, പിള്ളേരൊക്കെ ചെറുതല്ലേ അവിടെ, ഞാൻ ഏതായാലും അവക്കടെ കാര്യത്തിന് ഞാൻ തന്നെ പോയി നിൽക്കണം, എന്നാലും എനിക്കൊരു തൃപ്തിയുള്ളെന്നും പറഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്ത് അന്ന് വൈകിട്ട് ഇച്ചാച്ചൻ അമ്മായിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. അന്ന് ശരിക്കും യൂട്രസ് ഓപ്പൺ സർജറി ചെയ്തിട്ട് ഈ പീരീഡ് കഴിഞ്ഞിട്ടില്ല, ഏത് റെസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാനിത് തുറന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി അല്ല, എൻ്റെ ഉള്ളിലുള്ളവരെ കാര്യങ്ങൾ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പക്ഷേ അപ്പച്ചൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു, കൂടാതെ ഒരു സെർവൻറ്റിനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ആൾ നിൽക്കേണ്ട സ്ഥാനത്ത് വന്ന് നിൽക്കാൻ വില്ലിങ്ങായിട്ട് വരാനുള്ള ഏക വ്യക്തിയാണ് ആ സൈഡിൽ നിന്ന്. അപ്പോൾ എനിക്ക് പല വ്യക്തികളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ലേഡീസ് എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ പറഞ്ഞില്ല, അമ്മമാരുണ്ടെങ്കിൽ നമുക്ക് അവരെല്ലാ സപ്പോർട്ടിനും നമുക്കുണ്ടാവും. അപ്പോൾ അമ്മമാരില്ലാത്തവർക്ക് പലരാലും നമ്മളെ സപ്പോർട്ടിലാണ് വളർന്നു വന്നത്. അപ്പോൾ അമ്മായിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ കൊച്ചമ്മമാർ ഓൾറെഡി വന്ന് നിൽക്കും, ഒരു വിഷയവും ഇല്ല. പക്ഷേ അത് അമ്മായിക്ക് എന്തോ ഒരു മസ്റ്റാണ്, വന്ന് നിൽക്കണം എന്ന് കമ്പൽസറി ആയിട്ടൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് നിന്ന്
എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ആക്കി കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഒരു 23 വർഷം മുമ്പ് ഇച്ചാച്ചൻ മരിക്കുന്നത്. ഒരു മാസത്തോളം ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് സുഖമില്ലാതെ ഇരുന്ന് ഇച്ചാച്ചൻ മരിച്ചു. ഇച്ചാച്ചൻ വളരെ നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. അത് 2 അമ്മായിമാരുടെ ചാച്ചന്മാരും വളരെ നല്ല മനുഷ്യരായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മൂത്ത അമ്മായിക്ക് ഒരുപാട് കൃഷിയും ഇതുമൊക്കെ ഉണ്ട്, സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അവിടെ അങ്ങനെ വന്ന് നിൽക്കാനോ, പിന്നെ അമ്മായി ഇച്ചിരി ഏജായ ആളായതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ, പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ ഈ ഇളയ അമ്മായിയോടാണ് കൂടുതൽ ഇങ്ങനെ സാധ്യത സംസാരിക്കാൻ. അതായത് കമ്മ്യൂണിക്കേഷന് കൂടുതൽ അമ്മായിനെ ഞാൻ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും എന്നെയും എൻ്റെ ആങ്ങളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞാണ്. ആ കല്യാണത്തിനും എല്ലാം വന്ന് നിന്ന് വേണ്ട പോലെ എല്ലാ സംഗതികളും ചെയ്തു തന്ന വ്യക്തിയാണ് എൻ്റെ ഇളയ അമ്മായി. അപ്പം ഈ ദിവസത്തിൽ ഒരു 2 വാക്ക് അമ്മായിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം എൻ്റെ സ്വന്തം അമ്മ കഴിഞ്ഞ് എന്നെ 12 വയസ്സ് മുതൽ വളർത്തിയ ഗ്രാൻഡ് മദറിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, കൊച്ചപ്പൻ്റെ കൊച്ചമ്മമാരുണ്ട്, എൻ്റെ അമ്മയുടെ ഒരു അനിയത്തി, അമ്മയുടെ ചേടത്തിയൊക്കെ ഉണ്ട്. അവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇങ്ങനെ സംസാരിക്കാനും ആവശ്യങ്ങളനുസരിച്ച് ഓരോന്നത് പറയാനും മറ്റേ അമ്മായി ഇങ്ങനെ ഓടി വന്നതുകൊണ്ട് എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്നെ ഒത്തിരി പേരെങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസത്തിൽ ഒരു 1-2 വാക്കുകൾ ഇളയ അമ്മായിയെ പറ്റി പറഞ്ഞില്ല എങ്കിൽ ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇവളെപ്പോഴും എന്നോട് പറയും, ജീവിതത്തിൽ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്ത ലേഡി എപ്പോഴും അമ്മ പറയൂല, അമ്മയുടെ അമ്മ നേരത്തെ മരിച്ചുപോയി, പിന്നെ അമ്മയുടെ ഗ്രാൻഡ് മദറാണ് എപ്പോഴും പറയാറില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആരാ ഇൻഫ്ലുവൻസ് ചെയ്തേക്കണമെന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഇൻഫ്ലുവൻസ് ചെയ്ത വേറെ കൊച്ചമ്മമാർ 2 പേരുണ്ടെന്ന് നിനക്കറിയാലോ. അതിലൊരു കൊച്ചപ്പൻ്റെ ഭാര്യ മരിച്ചു പോയിട്ട്, ആ കൊച്ചപ്പനും മരിച്ചുപോയി. ഇളയ കൊച്ചപ്പൻ്റെ ഭാര്യ ഇപ്പോൾ ഉള്ളൂ ആ ജനറേഷനിൽ. പിന്നെ ഈ അമ്മായി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഈ ലോകത്തൊന്ന് പോയി കേട്ടോ. അപ്പം ഞാനന്നേരം പറഞ്ഞു, എന്നാൽ ഞാൻ എൻ്റെ കോട്ടപ്പള്ളിയിലെ അമ്മായിനെ പറ്റി തന്നെ ആവട്ടെ എന്ന് പറയാൻ. പിന്നെ എന്നെ പാചകത്തിൻ്റെ, ഞാൻ ഈ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പേ എൻ്റെ അമ്മച്ചി മരിച്ചു കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു. പിന്നെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ വലിയ വെക്കേഷൻ വന്നു കഴിയുമ്പോൾ, സ്കൂൾ അടച്ചു കഴിയണം എന്നാന്നൊക്കെ അമ്മായിയോ അച്ചാച്ചൻ ആരെങ്കിലുമൊക്കെ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ വീടുകളിൽ വന്നേച്ചാ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടിലും മറ്റു ചാച്ചന്മാർ എല്ലായിടത്തും എടുത്ത് കയറി ഒരു ദിവസമൊക്കെ നിന്നേച്ചാൽ പോകണം. അമ്മ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ വന്നായിരിക്കും മിക്കവാറും താമസിക്കുന്നത്. അപ്പം ചോദിക്കും, എന്നാ സ്കൂൾ അടയ്ക്കണം. അപ്പോൾ സ്കൂൾ അടയ്ക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇച്ചാച്ചനെ പറഞ്ഞു വിടും. എന്തിനാന്ന് വെച്ചാൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ, അവിടെ താമസിപ്പിക്കാൻ. അപ്പോൾ എനിക്കൊരു ചേഞ്ച്, എന്നെ കൂടുതലും കൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകാൻ വേറൊരു കൂടുതൽ ഇതും കൂടെ ഉണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ഐറ്റംസ് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി തന്നത് കൂടാതെ എൻ്റെ അമ്മച്ചിയുടെ വീട് അവിടെ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ രണ്ടും തമ്മിൽ. അമ്മച്ചിയുടെ വീടും അമ്മായിയുടെ വീടും തമ്മിൽ കണക്റ്റഡാണ്. അപ്പം ഇവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ വീട്ടിലും പോയി താമസിക്കാം, 2 ഇടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും താമസിക്കാം. പിന്നെ അമ്മച്ചിയുടെ വീട്ടിൽ താമസിക്കാനായിട്ട് അവിടെ നിന്ന് അപ്പം വന്ന് ഞങ്ങളെ 2 പേരെയും കൊണ്ടുപോകാറുണ്ട്. അതിലുപരി ഇവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെയും പോയി താമസിക്കും. അപ്പോൾ ഇച്ചാച്ചൻ വന്ന് എന്നെ കൊണ്ടുപോകുമ്പോൾ വേറൊരു കഥയുണ്ട് അതിൽ. അതും കൂടെ പറഞ്ഞാൽ നിർത്താൻ കേട്ടോ, നിങ്ങൾക്ക് ബോറായിരിക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് കയറി ഞങ്ങൾ രാവിലെ പോകും. കോതമംഗലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എന്നോട് പറയും, നമുക്ക് ആ കടയിൽ കയറാം മോളെ, നിനക്ക് ഇഷ്ടമുള്ള മുത്തുമാലയും വളയൊക്കെ മേടിച്ചോളാം. അന്ന് എങ്ങനത്തെയാണെന്നറിയാമോ, ചുമ്മാ ഈ സാധാരണ മുത്തുമാലകളുള്ളൂ, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ പ്രഷ്യസ് ആയിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമുള്ളത് മേടിച്ചോളാൻ പറയാം. എന്നിട്ട് മുത്തുമാല മേടിക്കും. എന്നിട്ട് വള എങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ എപ്പോഴും എങ്ങനെയാണെന്നൊരു സ്പ്രിങ് വളയുണ്ടെന്ന്. ആ സ്പ്രിങ് വള ഇങ്ങനെ വളച്ചിടാനായിട്ട് 2 കയ്യിലും മേടിക്കും. അപ്പോൾ ആ കൂടെ തന്നെ ഇച്ചാച്ചൻ്റെ ഒരു സഹോദരിയുണ്ട്, ഇച്ചാച്ചന് അമ്മായിനെ കിട്ടി ഇച്ചാച്ചന്. ആ കുഞ്ഞോളും ഞാനും ഒരു പ്രായം. അപ്പം എനിക്ക് മേടിക്കുന്ന അതുപോലത്തെ തന്നെ സാധനം ഇച്ചാച്ചൻ പറയും, നമുക്ക് ഒരു ജോഡിയും കൂടെ മേടിക്കാം കുഞ്ഞുമോക്കെന്ന് ഇച്ചാച്ചൻ്റെ പെങ്ങൾക്ക്. അപ്പം എനിക്ക് മേടിച്ച് 2 കയ്യിൽ മേടിച്ചേക്കണ സ്പ്രിങ് വള പോലത്തെ സ്പ്രിങ് വളയും എൻ്റെ മാല പോലത്തെ മാലയും അവൾക്കും മേടിക്കും. അപ്പോൾ അവളും ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കലോട്ടോ, കല്യാണം കഴിച്ച് പെരുമ്പാവൂർ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചാച്ചൻ വന്ന് കൊണ്ടുപോകാനും ഇങ്ങനെ മേടിച്ച് തരാനും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിനിമ കാണാനൊക്കെ ഇപ്പോൾ തിരിച്ചു പോകുന്നതിനും ഒന്ന് കൊണ്ടുപോകും തിയേറ്ററിൽ. അത് അമ്മച്ചിയുടെ വീട്ടിൽ നിന്നാണ് കൂടുതലും സിനിമയ്ക്ക് കൊണ്ടുപോകണം. ഇച്ചാച്ചൻ അവിടെ നിന്ന് ഇങ്ങനെ ലൈബ്രറിയിൽ പോയി പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് തരും, കഥപുസ്തകങ്ങൾ വായിക്കാൻ. ഇതൊക്കെ വായിക്കലും മോളെ നോവലെന്ന്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോൾ വേറെ ഇതൊന്നും വേണ്ട. അപ്പോൾ ഈ വെയിലും കൊണ്ട് നടക്കൂല. അവിടുത്തെ ആ പിള്ളേർ കൊച്ചു പിള്ളേരാണ്. അപ്പോൾ അവരുടെ
കൂടെ കളിക്കുന്ന പ്രായം എനിക്കങ്ങനെ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. അവർ തീരെ ചെറിയ പിള്ളേർ. അപ്പം ഇതൊക്കെ വായിച്ച് അങ്ങനെ ഉച്ച സമയങ്ങളിൽ അതൊക്കെ വായിച്ചിരിക്കും. പിന്നെ ചാച്ചൻ്റെ മറ്റു ചേട്ടനന്മാരുടെയൊക്കെ വീടുകൾ അടുത്തടുത്ത് അവിടെയൊക്കെ അമ്മായി കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു കാലം. പിന്നെ അമ്മച്ചിയുടെ വീട്ടിൽ പോയി താമസിക്കും, എന്നിട്ട് മടങ്ങിപ്പോരും. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അമ്മായിയെ പറ്റി പറയാനുണ്ട്. എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ വീടുകളിൽ എൻ്റെയും ഇച്ചാച്ചന്മാരുടെയൊക്കെ മക്കളുടെ ആവശ്യങ്ങൾക്കെല്ലാം അമ്മായി ഒരു മടിയില്ലാതെ എന്താവശ്യം ഉണ്ടെങ്കിലും നേരത്തെ ഇങ്ങനെ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല കഴിവുണ്ട് അതിന്. എനിക്കൊന്നും അങ്ങനെയുള്ള കഴിവൊന്നുമില്ല കേട്ടോ. നല്ല കഴിവുണ്ട്, ചെയ്ത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചെയ്യാനുള്ളൊരു പ്രാപ്തിയുണ്ട്. ഇപ്പം 2 ആൺമക്കളാണ്. ആൺമക്കളുടെ വിവാഹം കഴിഞ്ഞ ഭാര്യമാരും എല്ലാവരും, ഒരു മകൻ തൊട്ടടുത്ത് തന്നെ വീട് വെച്ച് താമസിക്കുന്നു, മറ്റേ മകൻ കൂടെ താമസിക്കുന്നു. എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് താമസിക്കുന്നു. പിന്നെ ഇച്ചാച്ചൻ അകാലത്തിൽ അസുഖം വന്നിങ്ങനെ മരിച്ചു പോയി എന്നുള്ളൊരു വിഷമം അല്ലാതെ അമ്മായിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ടിരിക്കുന്നു. ആഴ്ചയിലൊരിക്കലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. ചില വീഡിയോയൊക്കെ വരുമ്പോൾ എന്നോട് പറയും, നീ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കാൻ മേലെ, ഈ നേറ്റി കിട്ടണ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടാതെ ഇച്ചിരൂടെയൊക്കെ നല്ലതൊക്കെ ഇട്ട് നിൽക്കാനും ഞാൻ പറയും ഇതൊക്കെ പോരെ നമ്മുടെ കിച്ചണിൽ നിന്ന് ഈ ചെയ്യുമ്പോൾ എന്നാത്തിന് ഇതിന് മാത്രമേ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇച്ചിരൂടെയൊക്കെ വേണമെന്നൊക്കെ എന്നോട് ഇടയ്ക്ക് പറയും. ഞാനീടെ 1-2 വീഡിയോയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയൂല, എനിക്കങ്ങ് ബോറടിക്കുമ്പോൾ പിന്നെ അതിലൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് ചില സമയങ്ങളിൽ ഇങ്ങനെ പറയും, എന്നെ വട്ടയപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ്, വെള്ളയപ്പം, കള്ളപ്പം തിന്മറയിൽ അമ്മ പഠിപ്പിച്ചതാണ്, വെള്ളയപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ്. പിന്നെ ഒരുപാട് കറികൾ. പിന്നെ ഈ പെസകാപ്പം ചുടണത് അവിടെ ഉരുളിയിലാട്ടോ. ഞാനിതുവരെ അങ്ങനെ ഉരുളി ചുട്ടിട്ടില്ല. ഉരുളിയിൽ ചുട്ടെടുക്കും. ഞാൻ ഈ നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ എളുപ്പ വഴിയിൽ തവയിൽ കോരിച്ചിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചത് അതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വട്ടയപ്പം ഉണ്ടാക്കാൻ എന്നെ കാണിച്ചു തന്ന് പഠിപ്പിച്ചതാണ്. അങ്ങനെയുള്ള സംഗതികളൊക്കെ ഞാൻ അമ്മായിയുടെ നിന്ന് പഠിച്ചതാണ്. പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കറികൾ വെണ്ടയ്ക്ക മപ്പാസ്, ഞാൻ എപ്പോഴും പറയൂല്ലോ, വെണ്ടയ്ക്ക മപ്പാസ്, കൂർക്ക ഉലത്തിയത്, ബീഫും കൂർക്കയും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള സംഗതികൾ ഇച്ചാച്ചൻ മേടിച്ചുകൊണ്ട് വരും. അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടാക്കി കറിയൊക്കെ തരും. അവിടെ വൈകുന്നേരം 3-3:30 ആകുമ്പോൾ ഒരു ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 മണിയാകുമ്പോഴാണ് ഭക്ഷണത്തോടു കൂടിയുള്ള ചായ കുടിക്കുന്നത്. ആ സമയത്താണ് മിക്കവാറും ഈ ചപ്പാത്തി ആണെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും പച്ചക്കറി കൃഷി ഇപ്പോഴും ഉണ്ട് അവിടെ അമ്മായിക്ക്. ഇളയ മകനും നല്ല പ്രാപ്തനാണ് പച്ചക്കറി കൃഷി ചെയ്യിക്കാൻ. മൂത്തവനും ഉണ്ടെന്നാണ് പറഞ്ഞത്. അവനും അത്യാവശ്യ കൃഷികളൊക്കെ ഉണ്ട്. പറമ്പുള്ളത് കൊണ്ട് എവിടെയൊക്കെ ഈ മോട്ടറും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് സൗകര്യം നനയ്ക്കാനൊക്കെ. അപ്പോൾ കർഷക ഇതാണല്ലോ. ആൺപിള്ളേർക്ക് ജോലിയാണ് കേട്ടോ, മരുമക്കൾക്കൊക്കെ ജോലിയാണ്. എന്നാലും ഈ പച്ചക്കറികൾ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കാനും ഇതുമൊക്കെ നല്ല വൈഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം ഉണ്ടാവും നമുക്ക് മുന്നോട്ട് പോവാൻ. അപ്പം ഈ വനിതാ ദിനത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, പിന്നെ എനിക്ക് പറയാൻ ഗ്രാൻഡ് മദർ കഴിഞ്ഞ് എൻ്റെ അമ്മ കഴിഞ്ഞ് എൻ്റെ ഗ്രാൻഡ് മദർ കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള ഈ അമ്മായിയെ പറ്റി. അപ്പം ഈ അമ്മായിയെ പറ്റി 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയില്ല. കോട്ടപ്പള്ളിയിൽ അമ്മാരുടെ അടുത്ത് നിന്ന് പഠിച്ചതാ, കോട്ടപ്പള്ളിയിൽ അമ്മായിയുടെയാണ് ഈ പലഹാരം എന്നൊക്കെ എപ്പോഴും പറയൂല്ലോ ഓരോ സംഗതി ഉണ്ടാക്കുമ്പോൾ. അപ്പം അങ്ങനെ ഒരു 10 മിനിറ്റ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്താ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബോറ് ചിലപ്പോൾ അടിച്ച് കാണും. ബോറടിച്ചെങ്കിൽ വിട്ടേക്കുക, ഇല്ലെങ്കിൽ ഈ കഥയൊന്ന് കേൾക്കുക. അപ്പൊ ഇപ്പൊ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിട്ട് ജീവിക്കണം. അപ്പൊ ഇതിന്റെ അന്തസത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വനിതകളുടെ വിജയത്തിന് പിന്നിലും അവര് റോൾ മോഡൽ ആക്കിയ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. മിക്കവാറും ആൺകുട്ടികൾക്ക് എപ്പോഴും അപ്പന്മാരുടെ രീതിയിൽ അവരിങ്ങനെ ജോലി, ഇങ്ങനെ ഈ വാഹനങ്ങളുടെ ഭ്രമം, ഇതൊക്കെ ആൺപിള്ളേർക്ക് മിക്കവാറും അപ്പന്മാരുടെ ട്രെൻഡിലായിരിക്കും പോണേ. പെൺപിള്ളേർ എപ്പോഴും അമ്മമാരുടെ, പണ്ടത്തെ കാലമാട്ടോ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ രീതിയല്ല. അമ്മമാരുടെ ഓരോന്ന് കണ്ടായിരിക്കും നമ്മളീ അകത്തു നിന്ന് ഓരോന്ന് പഠിച്ചു പോകണം. അപ്പം അമ്മമാർ ഇല്ലാത്ത വ്യക്തികൾ വേറെ പലരാലും ആണ് ചിലപ്പോൾ വളർത്തപ്പെടണം. അപ്പം പലരും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും പല കാര്യത്തിലും. ഞാൻ പറഞ്ഞില്ലേ, അമ്മായി മാത്രമല്ല, എൻ്റെ കൊച്ചമ്മമാരും അമ്മച്ചിയുടെ ചേച്ചി, അമ്മച്ചിയുടെ അനിയത്തി എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ പലരുടെ ഹെൽപ്പ് ഉണ്ടാവും അവർക്ക്. അപ്പം എങ്ങനെയായാലും നമ്മൾ ഈ ഇതുപോലെ അല്ലല്ലോ ജനിച്ച് വീഴുന്നത്. അത് കഴിഞ്ഞാൽ നമുക്കൊരു തിരിച്ചറിവാവുന്നവരെ നമുക്കൊരാൾ എന്തായാലും ഒരു പുറകിലൊരു ബലത്തിന് വേണ്ടേ. അപ്പോൾ എന്തെങ്കിലും നമുക്കൊന്ന് തുറന്ന് പറയാനും ഇങ്ങനെയൊക്കെയുള്ള ഒരു ആൾ, അല്ല പറയാനൊരാൾ വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടിരിക്കാനൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്ന് ഞാൻ പറയും. ഇപ്പം ഈ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. ഗ്രാൻഡ് മദറിനെ പറ്റി പറഞ്ഞ അമ്മ ഇപ്പം കേൾക്കാനില്ല. എൻ്റെ അമ്മ നേരത്തെ തന്നെ മരിച്ചുപോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അമ്മായി മാത്രമാണ് ഇപ്പം ഈ വീഡിയോയിൽ ഇത് കേൾക്കാനുള്ളൂ. അമ്മായിയെ പറ്റി പറഞ്ഞു. പിന്നെ ബാക്കി എല്ലാവരും കേൾക്കാനുണ്ട്. പക്ഷെ അമ്മായിയുടെ കാര്യം കേൾക്കുമ്പോൾ അമ്മായിക്കും എന്നാ പറഞ്ഞതെന്നറിയില്ല വീഡിയോ വന്നു കഴിയുമ്പോൾ. അപ്പം അമ്മായിയുടെ ചെറുമക്കളൊക്കെ മകൻ്റെ പിള്ളേരൊക്കെ കുക്കിങ്ങുകാരാട്ടോ. അവരൊക്കെ കൊടുക്കുക. ഒരുത്തി പറഞ്ഞാണ്, ഒരാളുടെ മകള് അനീന പറഞ്ഞാണ്, ഞാൻ
പൊങ്ങിന്റെ റെസിപ്പി ചെയ്ത്. അപ്പൊ ഞാൻ പറയും കുട്ടി ഗ്രേസി ആണല്ലോ എന്ന് ഇടയ്ക്ക് പറയും. അവർക്കൊക്കെ ഇൻട്രസ്റ്റാ. പിന്നെ മൂത്തവന്റെ മകള് നേഹ പറഞ്ഞാണ് ഞാൻ സോയ ചങ്ക്സ് ഉണ്ടാക്കിയത്. ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞില്ലേ സോയ ചങ്ക്സ് ഉണ്ടാക്കമ്മായി. അപ്പൊ അവർക്കൊക്കെ അമ്മയുടെ ഗുണഗണങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇതിലേക്ക് ആയിട്ട്. അങ്ങനെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു അല്ലേ വനിതാ ദിനാശംസ നേരുന്നു മമ്മാസ് കിച്ചന്റെ വക. പിന്നെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളെ ഇതുപോലെ കൊണ്ടുപോയ പോലെ മേലിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യണം. അത്രയും പറയുവാണ്. അതുപോലെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് മുന്നേറാനായിട്ട് വന്നു ചേരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുക, വിജയം കൈവരിക്കുക. ജീവിത വിജയം നേടിയ എല്ലാ വനിതകൾക്കും ഒരു ബിഗ് സല്യൂട്ട്. അതെ. പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ആദ്യകാലം മുതലേ ഉള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാടുണ്ട്. അവരെല്ലാം വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ നമ്മളിപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സും പഴയ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ബിഗ് ഫാമിലി ആയി. ഇപ്പം നമ്മൾ 280 280 കഴിഞ്ഞു. നമ്മൾ 280 ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി അറിയിക്കുവാണ് കേട്ടോ. ഇതിൽ നിങ്ങളാണല്ലോ ഇതൊക്കെ കണ്ട് ഞങ്ങളെ ഇത് കൊണ്ടുപോകാൻ. അപ്പം പഴയ കുറെ വീണ KP ഇങ്ങനെ കുറെ പേരുണ്ട്. ജയിക്കിപ്പ എനിക്ക് എല്ലാവരെയും അറിയാം. മേരി തോമസ് ചേച്ചിയുടെ ലേറ്റസ്റ്റ് കമന്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ വന്ന് മടങ്ങി ചേച്ചിയില്ലേ, ക്യാമ്പ് ചെയ്തൊക്കെ കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സന്തോഷം. പിന്നെ ലീലാരാജൻ ചേച്ചി, ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇനി പേരെടുത്ത് പറയുമ്പോൾ അവർക്ക് ഇന്നവരുടെ പറഞ്ഞില്ലാന്നൊരു കംപ്ലൈന്റ് വരരുത് കേട്ടോ. ഞാൻ ഓർത്തവരുടെ പേര് പറഞ്ഞ. പിന്നെ നമ്മുടെ ഇവരുടെ 2 പേരുടെ കേൾക്കണില്ല കൊച്ചെ. ആരുടെ എന്നറിയാമോ? ലളിത രശ്മന്റെ ചിലപ്പോ തിരക്കായിരിക്കും. റീന വറീസിന്റെ അവരുടെ ഒന്നും കേൾക്കണില്ല. പിന്നെ ജയശ്രീ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. വീണ KP ഓർക്കണില്ലേ? ഒത്തിരി പേരുണ്ട്. അവര് മാത്രല്ല കേട്ടോ, അഞ്ചു കുഞ്ഞപ്പൻ പേരുണ്ട് ഒരുപാട്. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും രജലി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. പിന്നെ ഇല്ലേ, നമ്മൾ എവിടെ പോയാലും ഏതെങ്കിലും ഷോപ്പിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോ ഈ ലേറ്റസ്റ്റ് എന്റെ വീട്ടിൽ പോയപ്പോ നമ്മള് റോയൽ ബേക്കറിയിൽ വെച്ച് കണ്ടനാടുള്ള ഒരു അമ്മയും മോളും പെട്ടെന്ന് കയ്യിൽ വന്ന് പിടിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലാവണില്ല. ഞാൻ നോക്കുമ്പോ ആരാന്ന് എനിക്ക് പിടികിട്ടണില്ല. പിന്നെയാണ് സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ ഒരു പരിചയപ്പെട്ടു. വളരെ സന്തോഷമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സിനെ പുറത്തിറങ്ങുമ്പോൾ കാണാറുണ്ട്, കുശലം പറയാറുണ്ട്. നമുക്ക് വളരെ സന്തോഷം കേട്ടോ അതിലൊക്കെ. പിന്നെ മെട്രോയിൽ കയറുമ്പോൾ അവിടെ ഇഷ്ടം പോലെ പേരെ കാണും, ബസ്സിൽ കയറുമ്പോൾ അങ്ങനെ കാണും, ഏതെങ്കിലും ചടങ്ങിന് ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരെ കാണും. അങ്ങനെ ധാരാളം സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ട്. എല്ലാവരും സന്തോഷപൂർവ്വം സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണം. വനിതാ ദിനത്തിന് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിച്ച് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക അല്ലേ? നമ്മുടെ ഇന്നത്തെ മധുരം ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി വന്നിട്ടുണ്ടാകും. അത് മാസ്റ്റർ പീസാ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അത് മാസ്റ്റർ പീസാ. കോട്ടപ്പടിയിലെ അമ്മായി പഠിപ്പിച്ച ഒരു മധുരമാണ് ഇന്ന് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. ഷോർട്ട് വീഡിയോയിൽ ഉണ്ട് കേട്ടോ, കാണാൻ മറക്കരുത്. അപ്പൊ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത വനിതാ രത്നം ആരാണെന്നും കമന്റ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമുക്ക് അവരെ ഒന്നുകൂടി ഓർക്കാം. അതെ. എനിക്ക് അമ്മായിയെ പറ്റി പറയുമ്പോൾ പിന്നെ അമ്മായി ഇപ്പം ആരോഗ്യവിധിയായിരിക്കുന്നതുകൊണ്ടും വിഷമമൊന്നും തോന്നാറില്ല. പക്ഷേ എൻ്റെ ഗ്രാൻഡ് മദറും അമ്മയൊക്കെ മരിച്ചു പോയില്ലേ, അപ്പോൾ അവരെപ്പറ്റി ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഇത് തോന്നാറുണ്ട്. പക്ഷേ അവരൊക്കെ പോയി. ഇപ്പം അമ്മായി ഏതായാലും ആരോഗ്യമായിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വീഡിയോ റിലീസായി ഉടനെ തന്നെ എന്നെ വിളിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെയൊക്കെയാണ്, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ വനിതാ ദിനത്തിൽ. ഇനി ഞങ്ങൾ നേരെ പോവുകയാണ്. എങ്ങോട്ടാ? നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാം. അവിടെ പ്രോഗ്രാം ഉണ്ട്, നിങ്ങളെ കാണിക്കാം. അത് ഇതിന്റെ പിന്നാലെ വരും അല്ലേ? വരുന്ന വീഡിയോയിൽ കാണിക്കാം. അത് 4:30 to 6:30 എന്നാ പറഞ്ഞത്. 6:30ക്ക് തീരുവോന്നറിയില്ല കേട്ടോ. അപ്പൊ അതിന് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പിന്നാലെ അതിന്റെ വീഡിയോ വരും കേട്ടോ. നമുക്ക് പുരുഷന്മാരുടെ സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ഏത് സംരംഭം തുടങ്ങുമ്പോഴും അവരിങ്ങനെ നമ്മളെ ഒരു നിരുത്സാഹപ്പെടുത്തിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു ഇതായിരുന്നു, ഇത് എങ്ങനെ വരും,
സബ്സ്ക്രൈബേഴ്സ് വരാൻ തന്നെ നമ്മൾ കാത്തിരുന്നില്ല. അതൊക്കെ പഴയ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം 100 വീഡിയോ ആയപ്പോഴാണ് ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് തന്നെ ഒരു കോൺഫിഡൻ്റ് ആയത് ഇത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ആ 100 വീഡിയോ ആവാൻ 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ നമ്മൾ എന്തുമാത്രം കാത്തിരുന്ന. അപ്പം നമുക്ക് ഇപ്പം ഇവിടുത്തെ സപ്പോർട്ട്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും പറ്റില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സംഗതികളും വീക്കെൻഡ് ആകുമ്പോൾ അടുപ്പിച്ച് കൊണ്ടേ തന്നെ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോ. എനിക്ക് കുറച്ച് സ്വൈര്യത കിട്ടിയോ, എനിക്ക് ഒരു വിഷയവും ഇല്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ 100 സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെയും പുറത്തും മിണ്ടൂലായിരുന്നു. ഇപ്പൊ വീഡിയോ വരുമ്പോ അറിഞ്ഞാൽ മതി ഇവിടെ ഉണ്ടതാ പതുക്കെ പറയണേ. എന്താന്ന് വെച്ചാൽ അന്ന് സർവീസിൽ ഇരിക്കുന്ന സമയം അല്ല, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാട്ടോ തുടങ്ങിയത്. അപ്പൊ ഈ കൂടെയുള്ള കൊളീക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിന്ന് പോയ ഒരു മോശം കേടല്ലേ, അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നു. 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ പലരോടും ഒക്കെ പറഞ്ഞിങ്ങനെ വൈഫും മകളും കൂടെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇതന്നെ ഇതുവരെ മിണ്ടാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പതുക്കെ പറയാന്നോർത്താണ്. അപ്പം 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അത്ര എത്തിയില്ലോ എന്നോർത്ത് പിന്നെ പറഞ്ഞു. പിന്നെ ഞങ്ങളിത് തുടങ്ങി 4-4.5 കൊല്ലാവുന്നവർ ഒരുപാട് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഇത് നമ്മളൊരു ഇതിലേക്ക് പതുക്കെ വന്നെ. അത് ഓരോരുത്തർ കണ്ടല്ലേ അതിന് സപ്പോർട്ട് തന്ന് നമ്മൾ മുകളിലേക്ക് കയറിപ്പോണം. അതാ ഞാൻ പറഞ്ഞു, ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വനിതാ ദിനം അല്ലേ ആശംസിച്ചുകൊണ്ട് ഈ കത്തിവെപ്പ് നിർത്തുക. ഓക്കെ, ബൈ ബൈ.